ഹലോ വെൽക്കം ബാക്ക് ടു ഓൺ റോഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാഹിദ് റിസ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് 2014 മോഡൽ ബെൻസിൻ്റെ സി ക്ലാസ് ആണ്. ഇത് നമുക്ക് ചെയ്യാനുള്ള വർക്ക് ഈ വണ്ടിൻ്റെ സൈഡ് ഒന്ന് സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഡോറിലും അതുപോലെ ക്വാർട്ടർ പാനൽ ബാക്ക് ബമ്പറിലും സ്ക്രാച്ച് ഉണ്ട്. അത്രയും വർക്കാണ് ഉണ്ടായിട്ടുള്ളത്. ആ വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയിരുന്നു, ഫുൾ കവർ ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അപ്പോൾ കസ്റ്റമർക്ക് ആ ഒരു ഡോറിലൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഡോർ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരുമോ, അതല്ലെങ്കിൽ അലുമിനിയം വെൽഡിങ് ചെയ്താൽ നിൽക്കുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു വെൽഡിങ് അലുമിനിയം വെൽഡിങ് ചെയ്തിട്ട് ഡെൻഡിങ് ഒക്കെ ലെവൽ ചെയ്തിട്ട് എടുക്കാം. ആ ഒരു ഉറപ്പിൻ്റെ പേരിലാണ് കസ്റ്റമർ ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് കാണാം, ഡോറിൻ്റെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് നല്ല കയറിപ്പോയിട്ടുണ്ട്. ആ ഒരു സ്ക്രാച്ച് ഈ ഒരു ക്വാർട്ടർ പാനലിലേക്ക് കയറി വന്നിട്ട് ഇവിടെ ഒരു മേജറായിട്ട് ഡെൻഡിങ് വന്നിട്ടുണ്ട്. ബമ്പറിലും റിയർ ബമ്പറിലും സ്ക്രാച്ചസ് ആയിട്ടുണ്ട്. ഇത്രയും വർക്കുകളാണ് ഈ ഒരു വെഹിക്കിളിൽ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടിക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ ഈ ഒരു ഡോറൊന്നും റീപ്ലേസ് ചെയ്യാത്ത രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോസാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഡാമേജുകൾ ബിഫോർ ആഫ്റ്റർ വീഡിയോസൊക്കെ നമ്മളൊരു ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നതാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ സി ക്ലാസിൻ്റെ റിയർ ഡോറ്, ക്വാർട്ടർ പാനൽ, അതുപോലെ തന്നെ ബമ്പറിൻ്റെ ഒരു കോർണർ. അത്രയായിരുന്നു നമ്മളെ വർക്ക് ഉണ്ടായിരുന്നത്. നമുക്ക് മുമ്പിലെ വീഡിയോയിൽ കാണാം. ആ ഒരു സൈഡ് പോർഷൻസ് കംപ്ലീറ്റ് കീറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്വാർട്ടർ പാനലിൻ്റെ ആ ഒരു പോർഷന് ബാക്ക് ബമ്പർ. അതിൻ്റെ ഒരു ആഫ്റ്റർ ലുക്ക് നമുക്കിപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ എവിടെയാണ് ഡാമേജ് എന്ന് ആക്ച്വലി മനസ്സിലാവാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ ലുക്ക്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമുക്ക് മുമ്പ് നല്ലൊരു ഡീപ്പ് സ്ക്രാച്ച്, നല്ലൊരു കീറിപ്പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡോറ്. അത് നമ്മൾ ഡോറ് റീപ്ലേസ് ചെയ്യാതെ തന്നെ അലൂമിനിയം വെൽഡിങ് കാര്യങ്ങൾ ചെയ്തിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഈ ഒരു പോർഷൻസ്, ഈ ഒരു ബമ്പറിൻ്റെ കോർണർ, അതുപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്തോ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാത്ത വിധത്തിൽ അത്രയും ഈ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഈ ഒരു വെഹിക്കിളിൽ. ഇതായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ഉണ്ടായിരുന്നൊരു കണ്ടൻറ്റ്. ഇത്രയും വർക്ക് എങ്ങനെയാണ് ചെയ്യുക, ഡോർ റീപ്ലേസ് ചെയ്യാതെ അലൂമിനിയം വെൽഡ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.